പാലക്കാട് ഷൊർണൂർ അലമീൻ കോളേജിലെ വിദ്യാർത്ഥികളുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യുവജന കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി. നടപടി നേരിട്ട വിദ്യാർത്ഥികളിൽ നിന്നും കോളേജിലെത്തിയാണ് മൊഴിയെടുത്തത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് ചേരുന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഈ കോളേജിലെ ഹോസ്റ്റൽ ഫീസ് വർധനയ്ക്കെതിരെ സമരം ചെയ്ത 4 വിദ്യാർത്ഥികളെയാണ് സസ്പെൻഡ് ചെയ്തത്. അതിലാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ തേടിയിട്ടുള്ളത്. പറയൂ. സ്മിത, ഈ വിഷയത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ വിദ്യാർത്ഥിനി ആശിർ നന്ദ ആത്മഹത്യ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു തെളിവെടുപ്പുമായി യുവജന കമ്മീഷൻ എത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് ഈ സസ്പെൻഷൻ നേരിട്ട ഒരു വിദ്യാർത്ഥിനി പെട്രോൾ കുപ്പിയുമായി നേരെ കയറി ചെന്ന് വൈസ് പ്രിൻസിപ്പലിന്റെ മുറിയിൽ എത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പോലീസെല്ലാം ഇടപെട്ടാണ് പിന്നീട് ആ വിദ്യാർത്ഥിനിയെ പിന്തിരിപ്പിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. അതിനുശേഷം പോലീസ് ചർച്ച നടത്തിയിട്ടും ഒരു ഘട്ടത്തിൽ പോലും സസ്പെൻഷൻ പിൻവലിക്കാൻ അധികൃതർ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. യുവജന കമ്മീഷൻ അംഗം കെ ഷാജഹാൻ, അതുപോലെ തന്നെ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് എം രണ്ടീഷ്, അഡ്വക്കേറ്റ് സുനിൽകുമാർ എന്നിവരടങ്ങിയ സംഘമാണ് ഇത്തരത്തിലൊരു തെളിവെടുപ്പിനായി ഇന്നലെ വൈകുന്നേരത്തോടു കൂടി കോളേജിലെത്തിയത്. ഈ കോളേജിൽ ഏതാണ്ട് മണിക്കൂറുകളോളം ഇവർ തുടർന്നു. അതിനുശേഷമാണ് ഇവരൊരു പ്രതികരണം നടത്തിയത്. എന്തായാലും ഈ കോളേജിന് അല്ലമീൻ ലോ കോളേജിന് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടിയന്തരമായി, അതായത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇത്തരത്തിൽ ആ കുട്ടികളെ 4 വിദ്യാർത്ഥികളെയും തിരിച്ചെടുക്കണം. കുട്ടികൾ പറഞ്ഞത് കഴമ്പുണ്ട് എന്നാണ് യുവജന കമ്മീഷന്റെ കണ്ടെത്തൽ. അല്ലെങ്കിൽ തുടർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. കോളേജിനെതിരെ കേസെടുക്കുന്ന നടപടിയിലേക്കൊക്കെ കടക്കണമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ യുവജന കമ്മീഷൻ പറയുന്നത്. എന്തായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി ആശങ്കയിലാക്കരുത്, തുലാസിലാക്കരുത് എന്നൊരു നിർദ്ദേശമാണ് യുവജന കമ്മീഷൻ നൽകിയിട്ടുള്ളത്. മറ്റ് തുടർ നടപടികൾ കോളേജിന് തീരുമാനിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ശക്തമായൊരു നിയമ നടപടിയിലേക്ക് കടക്കും ഇതില്ലെങ്കിൽ എന്ന് തന്നെയാണ് യുവജന കമ്മീഷൻ അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. സ്മിത. ശ്രീജിത്ത് ശ്രീകുമാരനാണ് പാലക്കാട് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.